ഉന്നതമായ ലക്ഷ്യത്തിൽ നിന്ന് സാവൂൾ വീണുപോയി. എങ്കിലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അവിടുത്തെ ജനങ്ങളെ മറന്നില്ല. അവരെ ഭരിക്കാനുള്ള ആളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരുന്നു. ധീരനും മഹാമനസ്കനും ഹൃദയകാരുണ്യം ഉള്ളവനുമായ ഒരുത്തനെ. സാവൂളിൻ്റെ മരണത്തിന് വളരെ മുൻപ് തന്നെ ദാവീദിനെ ഇസ്രായേലിൻ്റെ ഭാവി രാജാവായി അഭിഷേകം ചെയ്യുവാൻ കർത്താവ് സാമുവേലിനെ പ്രചോദനം നൽകിയിരുന്നു. ആരാണ് ദാവീദ്? ബത്ലഹേമിൽ ജെസ്സിയുടെ മകൻ. ദൈവം എന്നെന്നും ദാവീദിൻ്റെ ശക്തനായ സഹായിയായിരുന്നു എന്നാണ് സംഭവങ്ങൾ കാണിക്കുന്നത്. അവൻ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്ന മഹത്വമേറിയ ജോലിക്ക് അവനെ യുവാവായ കാലം മുതൽ അറിയാതെ യഹോവ ഒരുക്കിക്കൊണ്ടുവരികയായിരുന്നു. ആട്ടിടയ ജോലി കൊണ്ട് ആടുകളോട് സൗമ്യമായി പെരുമാറാൻ ദാവീദ് ശീലിച്ചു. പിന്നീട് ദാവീദ് രാജാവായപ്പോൾ വളരെ കരുണയുള്ള ആളും ധീരനുമായി. മനോഹരമായി പാടുമായിരുന്നു. കിന്നരം വായിക്കുവാനും അറിയാം. ദൈവസ്തുതിക്കായി അവിടുത്തെ തുറസായ സ്ഥലങ്ങളിൽ മതിവരുവോളം സങ്കീർത്തനങ്ങൾ പാടുവാനും കിന്നരം വായിക്കുവാനും ദാവീദിന് അവസരമുണ്ടായി. കിന്നരം മീട്ടാനുള്ള മിടുക്കാണ് അദ്ദേഹത്തെ ഒടുവിൽ സാവൂളിൻ്റെ രാജകൊട്ടാരത്തിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ച് ദാവീദ് കൊട്ടാരത്തിലെ പെരുമാറ്റ രീതികൾ പഠിച്ചു. പിന്നീട് ബഹുമാന്യമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. ദൈവം തൻ്റെ ലക്ഷ്യത്തിനൊത്ത് ദാവീദിൻ്റെ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. ഗോലിയാത്തുമായുണ്ടായ വിജയകരമായ യുദ്ധത്തിൽ ദാവീദ് കാണിച്ച ധൈര്യം ഇസ്രായേൽ യോദ്ധാക്കളുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോയില്ല. ദാവീദാണ് അവരെ രക്ഷിച്ചത്. അയാളാണ് അവരുടെ നേതാവ്. ഇപ്പോൾ രാജാവില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായി അവരുടെ എല്ലാം കണ്ണുകൾ തിരിഞ്ഞത് ദാവീദിങ്കിലേക്കാണ്. ഹെബ്രോണിൽ വെച്ച് ജൂദായുടെ രാജാവായി ദാവീദ് പരസ്യമായിട്ട് അഭിഷിക്തനായി. അവിടെ വെച്ച് കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദാവീദ് രാജകീയ ജോലികൾ ആരംഭിച്ചു. സാവൂളിൻ്റെ പട്ടാള കമാൻഡറായ അബ്നർ അക്കാലത്ത് ഒരു അന്യായ പ്രവൃത്തി ചെയ്തു. സാവൂളിന് ശേഷിച്ചൊരു മകനുണ്ടായിരുന്നു, ഇസ്ബോസെത്ത്. അബ്നർ അവനെ പിടിച്ച് ഇസ്രായേലിൽ ബാക്കി വംശക്കാരുടെ രാജാവാക്കി. സാവൂളിൻ്റെ വംശവും ദാവീദിൻ്റെ അനുയായികളും തമ്മിൽ കുറേ കാലത്തേക്ക് യുദ്ധം തന്നെയായിരുന്നു. 7.5 കൊല്ലക്കാലത്തേക്കായി യുദ്ധം നീണ്ടുനിന്നു. പക്ഷേ ഇക്കാലം അത്രയും ദാവീദിൻ്റെ കരുത്തും ഭാഗ്യവും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. സാവൂൾ വംശക്കാരുടെ ഗതി പിന്നോട്ടുമായിരുന്നു. ഇസ്രായേലിൻ്റെ നാടും ഭരണവും ദാവീദിനെ ഏൽപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് അബ്നർ രഹസ്യമായി അദ്ദേഹത്തിൻ്റെ അടുക്കലോട്ട് വിട്ടു. അതേസമയം വംശങ്ങളിലെ മൂപ്പന്മാരെ വിളിച്ചുകൂട്ടി അവൻ ഈ നിർദ്ദേശം വെച്ചു: ഇസ്രായേലിലെ ഈ 2 രാജാക്കന്മാരും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഫലം വ്യക്തമാണ്. നമുക്ക് ദാവീദിൻ്റെ അടുക്കലേക്ക് പോകാം. ദാവീദിൻ്റെ കൈകളെ കൊണ്ട് ഞാൻ ഫിലിസ്റ്റീൻകാരെയും ഇസ്രായേലിൻ്റെ മറ്റെല്ലാ ശത്രുക്കളെയും നശിപ്പിക്കും. ദൈവത്തിൻ്റെ ഈ പ്രവചനം നിറവേറാനുള്ള സമയമായി എന്ന് തോന്നുന്നു. എതിർപ്പ് കൂടാതെ തന്നെ അബ്നർ തൻ്റെ ലക്ഷ്യം നേടി. ദൈവത്തിൻ്റെ വാക്കുകളിലുള്ള വിശ്വാസത്തിന് മുൻതൂക്കം കിട്ടി. മൂപ്പന്മാർ അബ്നറിൻ്റെ കൂടെ ഹെബ്രോണിൽ ദാവീദിൻ്റെ അടുക്കലേക്ക് ചെന്നു. അവർ പറഞ്ഞു: ഓ രാജാവേ, ഞങ്ങൾ ഇസ്രായേലിനെ മുഴുവൻ അങ്ങേക്കായി അണിനിരത്താം. ഞങ്ങൾ അങ്ങയുടെ വിശ്വസ്തരായ പ്രജകളായിരിക്കും. യാക്കോബിൻ്റെ വംശക്കാർ അങ്ങനെ ഒരിക്കൽ കൂടി യോജിപ്പിലെത്തി. ഒരു കോട്ട കെട്ടി തനിക്കൊരു തലസ്ഥാന നഗരി സ്ഥാപിക്കണമെന്ന് ദാവീദിന് അഭിപ്രായമുണ്ടായി. വടക്കും തെക്കുമുള്ള വംശക്കാരുടെ നടുഭാഗമായ ജെറുസലേമായിരിക്കും അതിനേറ്റവും പറ്റിയ സ്ഥലമെന്ന് തോന്നി. ജബുസെറ്റുകാരുടെ കൈവശത്തിലായിരുന്നു അന്ന് ആ സ്ഥലം. അത് വിട്ടുതരില്ല എന്ന് ദാവീദിനോട് അവർ തീർത്തു പറഞ്ഞു. ഉറപ്പുള്ള കോട്ട കെട്ടി അതിഭദ്രമായി സൂക്ഷിക്കപ്പെട്ടിരുന്ന ഒരു നഗരമായിരുന്നു ജെറുസലേം. അതിനെ വീഴിക്കാനാവില്ല. പക്ഷേ അത് വീഴുക തന്നെ ചെയ്തു. പിന്നീട് ഇസ്രായേൽക്കാരുടെ മഹോന്നത ആസ്ഥാനമായി തീർന്ന ജെറുസലേം അവരുടേതായി. ഇസ്രായേൽക്കാർക്ക് ഒരു തലസ്ഥാന നഗരമുണ്ടായത് അവരുടെ മുന്നോട്ടുള്ള നീക്കത്തിന് വളരെ സഹായകരമായിരുന്നു. പക്ഷേ അപ്പോഴും അവരുടെ ഇടയിൽ സമാധാനമുണ്ടായിരുന്നില്ല. ഫിലിസ്റ്റീൻകാർ അന്നും അവരോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. മാത്രമല്ല മൊവാബെറ്റ്സ്, അയോണൈറ്റ്സ്, സിറിയൻസ് എന്നിവരിൽ നിന്നെല്ലാം എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ദാവീദും തൻ്റെ സൈന്യവും എപ്പോഴും യുദ്ധത്തിലായിരുന്നു. പക്ഷേ സൈന്യങ്ങളുടെ രാജാവ് എപ്പോഴും അവരുടെ പക്ഷത്തുണ്ടായിരുന്നു. ഒടുവിൽ അനേക വർഷത്തെ യുദ്ധത്തിന് ശേഷം ഫിലിസ്റ്റീൻകാരുടെ ശക്തി ക്ഷയിച്ചു. താരതമ്യേന ചെറിയവരായിരുന്ന മറ്റു ജനതകൾ സമാധാന സന്ധിക്കെത്തി. 100 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയ്ക്ക് നൽകപ്പെട്ട വാഗ്ദാനം അങ്ങനെ നിറവേറി. കാനാൻ അവരുടെ നാടായി തീർന്നു. ഇസ്രായേലിന് ദേശീയ ഐക്യമുണ്ടായി. ദാവീദിൻ്റെ അത്യുത്സാഹം ഏതായാലും പിന്നെയും അടങ്ങിയില്ല. പെട്ടകം ജെറുസലേമിലേക്ക് കൊണ്ടുവരണം എന്നായി അദ്ദേഹത്തിന് നിർബന്ധം. അനേകം പ്രയാസങ്ങൾ തരണം ചെയ്തതിന് ശേഷം ഒരു ദിവസം ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായ പെട്ടകം ദാവീദിൻ്റെ നഗരത്തിനകത്തേക്ക് ആനയിക്കപ്പെട്ടു. ചെണ്ടകൊട്ടും പാട്ടും നൃത്തവും കൊണ്ട് നഗരം ആനന്ദത്തിൽ ആറാടി. അതിനായി പ്രത്യേകം സജ്ജമാക്കിയിരുന്ന പീഠത്തിൽ അത് പ്രതിഷ്ഠിച്ചതിന് ശേഷം കർത്താവിന് ബലികൾ അർപ്പിച്ചു. അന്നു മുതലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ നഗരമായ ജെറുസലേമിൽ ക്രമീകൃതമായ വിധത്തിൽ ദൈവാരാധന ആരംഭിച്ചത്. ഇസ്രായേലിൻ്റെ ദൈവത്തിന് അനുദിനം ബലിയർപ്പണങ്ങൾ നടന്നു.
നീതിപൂർവമായൊരു ബഹുമാന്യ ജീവിതമാണ് ദാവീദിൻ്റേത്. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം പാപത്തിൽ വീണുപോയി. വളരെ ഗൗരവമായ പാപത്തിലാണ് അദ്ദേഹം വീണത്. ദാവീദ് ഊറായ എന്ന പട്ടാളക്കാരനെ കൃത്രിമ സാഹചര്യത്തിൽ അകപ്പെടുത്തി വധിപ്പിച്ചു. അങ്ങനെ അയാൾ മരണപ്പെട്ടതിന് ശേഷം അയാളുടെ ഭാര്യയെ വിവാഹം ചെയ്തു. പ്രവാചകനായ നാഥാനെ ദൈവം രാജാവിൻ്റെ അരികിലേക്ക് വിട്ടു. നാഥാൻ ദാവീദിനോടൊരു കഥ പറഞ്ഞു. ഇതാണ് ആ കഥ. പണക്കാരനായൊരു ഭൂവുടമ. ധാരാളം കന്നുകാലികളും ആടുമാടുകളും അയാൾക്കുണ്ടായിരുന്നു. ഒരു അതിഥിക്ക് വിരുന്നൊരുക്കുന്നതിനായി അടുത്തുള്ള പാവപ്പെട്ടവൻ ഓമനിച്ചു വളർത്തുന്ന ഏക ആട്ടിൻകുട്ടിയെ എടുത്ത് വിരുന്ന് തയ്യാറാക്കി. ദാവീദിന് ഈ കഥ കേട്ടിട്ട് വലിയ കോപമുണ്ടായി. അവനെ കൊന്നുകളയേണ്ടതാണ് എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ നാഥാൻ ദാവീദിൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളാണ് ആ മനുഷ്യൻ. ദാവീദിന് മനസ്സിലായി. തൻ്റെ പ്രവൃത്തിയെപ്പറ്റി അദ്ദേഹം ബോധവാനായി പശ്ചാത്തപിച്ചു. ഞാൻ കർത്താവിനെതിരായും എൻ്റെ സ്നേഹിതനെതിരായും പാപം ചെയ്തുപോയി. കർത്താവ് നിൻ്റെ പാപം പുറത്തിരിക്കുന്നു. നാഥാൻ മറുപടി പറഞ്ഞു, നീ അതിനെ പ്രതി മരിക്കുകയില്ല, പക്ഷേ നീ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. അതിനാൽ ദാവീദിൻ്റെ ജീവിത അവസാന കാലഘട്ടം ക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു. നിയമവിരുദ്ധമായുള്ള വിവാഹത്തിൽ ജനിച്ച കുട്ടി മരിച്ചുപോയി. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിരുന്നു അബ്സലം. അവൻ്റെ സഹോദരനായ ആമോനെ കൊന്നുകളഞ്ഞു. പിതാവിൻ്റെ കോപത്തെ ഭയന്ന് അബ്സലം നാടുവിട്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം സ്നേഹിതരുടെ പ്രേരണ കൊണ്ടാണ് അബ്സലം രഹസ്യമായി ഒരു വിപ്ലവത്തിന് മുതിർന്നത്. അവസാനം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ദുഃഖിതനായ ദാവീദ് ജെറുസലം വിട്ടുപോയി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എഫ്രൈം വനാന്തരങ്ങളിൽ വെച്ച് ദാവീദിൻ്റെ പട്ടാളം അബ്സലേമിൻ്റെ അനുയായികളെ പിടികൂടി. അബ്സലം ഒരു കഴുതുപുറത്ത് കയറി പാഞ്ഞുപോയി. ആ പോക്കിൽ അവൻ്റെ നീണ്ട മുടി ഒരു മരക്കൊമ്പിൽ ചുറ്റിപ്പിണഞ്ഞു. അവനങ്ങനെ ഒരു കൊമ്പിൽ കിടന്ന് ആടിത്തുടങ്ങി. ഉടനെ ശത്രുക്കൾ അവനെ വെട്ടിക്കൊന്നു. യുദ്ധം അതോടെ അവസാനിക്കുകയും ചെയ്തു. അബ്സലിൻ്റെ മരണത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ ദാവീദിന് വലിയ ദുഃഖമായി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഓ എൻ്റെ മകനായ അബ്സലം, എൻ്റെ മോൻ, എൻ്റെ മോൻ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ദുഃഖങ്ങളും മറ്റു പലതും ദാവീദ് പശ്ചാത്തപിക്കുന്നതിൻ്റെ തെളിവായിരുന്നു. പ്രലോഭനം കൊണ്ട് ഒരു തെറ്റിൽ വീണെങ്കിലും തെറ്റ് അതിൻ്റെ തനി നിറത്തിൽ കണ്ടപ്പോൾ പിന്മാറി. അതിനെപ്പറ്റി പശ്ചാത്തപിച്ചു. ദൈവത്തോട് മാപ്പിരുന്നുകൊണ്ട് ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ശ്രേഷ്ഠതയുടെ തെളിവാണിതിവയെല്ലാം. തൻ്റെ കാലത്തെ മനുഷ്യരിലും എക്കാലത്തെ ക്രിസ്ത്യാനികളിലും ദാവീദ് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തോടുള്ള അപാരമായ വിശ്വസ്തത, ദൈവത്തിരുമനസ്സിനോടുള്ള തികഞ്ഞ വിധേയത്വം, ഇവയിലാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം അടങ്ങിയിരിക്കുന്നത്. ബുദ്ധിയുള്ള ഭരണാധികാരി, ശ്രേഷ്ഠനായ രാജാവ്, വിശ്വസ്തനായ ദാസൻ, ഈ നിലകളിൽ ദാവീദ് ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്വത്തിൻ്റെ വിശ്വസ്ത പ്രതിരൂപമാകുന്നു. ദാവീദിൻ്റെ വംശത്തിലാണ് ക്രിസ്തുവിൻ്റെ ജനനം.